മിസ് ആൻഡ് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സീസൺ 8 ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ സീസൺ 7 വരെയുള്ള കണ്ടസ്റ്റൻസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ബേസിക്കലി നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ഈ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണല്ലോ, എല്ലാ പ്രോഗ്രാമിലും അങ്ങനെയായിരിക്കും. ഇത് ഈ ഷോ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോയുടെ സമയത്തുള്ള നമ്മുടെ കൊറിയോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ജഡ്ജസ്, അന്ന് ഉണ്ടാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷോ ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഷോ ഡയറക്ടേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് എല്ലാവരുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യും, നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ ഈ ഏതൊരു പെജൻറ്റിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ ഒരാളെ ഉണ്ടാവുള്ളൂ. എത്ര പേര് മത്സരിച്ചാലും ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എല്ലാവർക്കും പക്ഷേ ഫസ്റ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ 7 സീസണിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള നമ്മുടെ ഷോകളിലൊക്കെ അവർ പങ്കെടുക്കും. പിന്നെ ഒരുപാട് വേദികൾ അവർക്ക് തേടി വരും. ഇതിൽ ഫസ്റ്റ് കിട്ടിയതോ അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടിയോ ആളെയല്ല അവിടെ വന്നിരുന്ന ഒരു കലാകാരൻ്റെ മനസ്സിലുള്ള ഏതാണോ ക്യാരക്ടർ അത് നമ്മുടെ ഈ കണ്ടസ്റ്റൻസിൽ നിന്ന് തിരഞ്ഞെടുക്കും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പല കുട്ടികളും, ആതിര, അതുപോലെ തന്നെ മാളവിക ശ്രീനാഥ്, സാറ്റർഡേ നൈറ്റ്സിലെ അഭിരാമി, അവരൊക്കെ, അതേമാതിരി ശില്പ ശിവദാസ് സീരിയൽ ആക്ട്രസ്, അമല റോസ് കുര്യൻ ഇതിലെ വിന്നറായിരുന്നു മിസ്സിലെ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇന്ന് മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഷിനു ശ്യാമളൻ, അവരൊക്കെ മിസ് ആൻഡ് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ആണ്. അതായത് ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടിയെത്തും. എന്താണ് മറ്റ് ഷോകളിൽ നിന്നും, ഫാഷൻ ഷോകളിൽ നിന്നും മിസ് ആൻഡ് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിനെ വ്യത്യസ്തമാക്കുന്നത്? നമ്മുടെ ഷോയിൽ മിസ് ആൻഡ് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വ്യത്യസ്തമാക്കുന്നത് ഒരു കാര്യത്തിൽ തന്നെയാണ് മെയിനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു സെലിബ്രിറ്റി എന്ന ഒരു ആഗ്രഹം. അപ്പോൾ ആ സെലിബ്രിറ്റി എന്ന ആഗ്രഹത്തിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. മനസ്സിലായില്ലേ? അതിൽ അവസരം അല്ലെങ്കിൽ തേടി നടക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് അത് സാധിച്ചിട്ടില്ലെങ്കിൽ, സാധാരണ മോഡലിംഗ് ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഹൈറ്റും അതുപോലെ ഒരുപാട് ക്രൈറ്റീരിയസ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഷോയിൽ ആ ആഗ്രഹം മുൻഗണന ഉള്ളവർക്കും, അതുപോലെ അവർക്ക് ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും മുൻഗണന നമ്മളെപ്പോഴും ഈ ഷോയിൽ കൊടുക്കാറുണ്ട്. അവസരം കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ഷോ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഇനിയിപ്പോൾ അവസരങ്ങളില്ലെങ്കിൽ പോലും 12ഓളം എക്സ്പ്രഷൻസ് മീഡിയയുടെ ഷോ ഉണ്ട്. അതിൽ ഇത്രയും നമ്മുടെ വന്ന കുട്ടികളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റും. ഫാഷൻ മോഡലിംഗ് രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് അവർക്ക് കൊടുക്കാനുള്ളത്? കേരളത്തിലെ മോഡലിംഗ് ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മോഡൽസും അതുപോലെ ഫാഷൻ വ്യക്തികളും എല്ലാം ഉണ്ട്. അതിനുവേണ്ടി നമ്മളടക്കം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു സംഘടന കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് IMFA, ഇൻഡോ മോഡലിംഗ് ആൻഡ് ഫാഷൻ അസോസിയേഷൻ. ഈ സംഘടനയിൽ ഈ ഫാഷനെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഡലിങ്ങിനെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ അസോസിയേഷനിൽ അതിൻ്റെ പ്രസിഡൻറ്റും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ മോഡലിംഗ് ഫാഷനിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആർക്കും ഈ അസോസിയേഷനായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെയുള്ള മോഡലിങ്ങിൽ ഒരുവിധം എല്ലാവരും ഉണ്ട്. അതായത് മോഡൽസ്, കൊറിയോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, കോമ്പയർ, ഹോസ്റ്റസ്, ബൗൺസേഴ്സ്, സെക്യൂരിറ്റി, എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങി മോഡലിംഗ് ആൻഡ് ഫാഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന എല്ലാ ആൾക്കാരും ഈ അസോസിയേഷനിലുണ്ട്. അപ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ IMFA അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ആർക്കും ഇന്ന് മോഡലിംഗ് ആൻഡ് ഫാഷനിലേക്ക് വരാം. അപ്പോൾ ഫാഷൻ ആൻഡ് മോഡലിംഗ് ഇൻഡസ്ട്രി താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് എന്തുപദേശമാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്. അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇന്ന് കേരളത്തിൽ ഒരുപാട് ഫാഷൻ മോഡലിംഗ് ഷോസും അവസരങ്ങളും ഒരുപാടുണ്ട്. ആ അവൈലബിൾ ആയിട്ടുള്ള അവസരങ്ങളിൽ നമ്മൾ ആദ്യത്തെ 2 ഷോ ചെയ്യുന്നു. അപ്പോഴേക്കും ഞാൻ ഭയങ്കര മോഡലായി അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമായി എന്നൊന്നും വിചാരിക്കാതെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് മോഡൽസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സീസൺ 9 നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും.
ഇങ്ങനൊരു ചോദ്യം ശരിക്കും പ്രസക്തി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സീസണും 2018 തുടങ്ങിയിട്ട് ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ഈ ഷോ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഈ ഷോ അല്ല, എക്സ്പ്രഷൻസ് മീഡിയയുടെ തുടങ്ങി വെച്ച എല്ലാ ഷോസും എല്ലാ കൊല്ലും ഒരു തവണ നടക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇനി നെക്സ്റ്റ് ഇയറിലെ ഷോ വരെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് അടുത്ത ഏപ്രിൽ 14 വിഷുവിന് തൊട്ട് മുന്നേ വരുന്ന ബുധനാഴ്ച ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് തന്നെയാണ് മിസ് ആൻഡ് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സീസൺ 9 തൃശ്ശൂർ ഹയാത്ത് റീജൻസി. സീസൺ 8 എന്തായാലും ഇപ്പോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയില്ലേ. അപ്പൊ സീസൺ 9 എനിക്ക് പങ്കെടുക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ എക്സ്പ്രഷൻസ് മീഡിയയുടെ കോൺടാക്ട് നമ്പർ എല്ലായിടത്തും കിട്ടും. എക്സ്പ്രഷൻസ് മീഡിയയുടെ തൃശ്ശൂർ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്ര നേരം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഷെയർ ചെയ്ത വിൻഡോ ചേട്ടന് താങ്ക്സ്. അപ്പോൾ താങ്ക് യു അലീന. ഇത്ര നേരം നമുക്ക് സമയം തന്ന ലോക്കൽ റേഡിയോ ഒറിജിനൽസിന് എല്ലാവിധ ആശംസകളും. നന്ദി.